കുട്ടികൾ SFI ഉണ്ടോ എങ്കിൽ തീർച്ചയായും വഴിതെറ്റും സൂക്ഷിച്ചോളൂ. ഇത് മാത്രമാണോ നമ്മൾ കളമശ്ശേരി വിഷയത്തിൽ ചർച്ചയാക്കേണ്ടത്? എന്റെ അഭിപ്രായത്തിൽ അല്ല. അതിനുള്ളിൽ ഒരുപാട് മറ്റനേകം ആശങ്കകളുണ്ട്. അധികം വലിച്ചു നീട്ടുന്നില്ല, നേരെ വിഷയത്തിലേക്ക് കടക്കാം. കളമശ്ശേരിയിൽ SFI നേതാവിന്റെ റൂമിൽ നിന്നും കിലോ കണക്കിന് കഞ്ചാവും മദ്യക്കുപ്പിയും ഗർഭനിരോധന ഉറകളും അഥവാ കോണ്ടവും ഒക്കെ പോലീസ് പിടിക്കുന്നു. തൊട്ടു പിന്നാലെ നേതാവ് നിഷ്കളങ്കമായി എന്നെ ആരോ ഇതിൽ പെടുത്തിയതാണെന്നും പറയുന്നു. തുടർന്ന് ചാനൽ ചർച്ചകളൊക്കെ തന്നെ SFI എന്ന ഒരു ലേബലിനെ മാത്രം വലിയൊരു വിഷയമാക്കി ചർച്ചയുമാക്കുന്നു. എനിക്ക് എങ്കിലും ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. ഈ SFI നേതാക്കളും അണികളും മാത്രമാണോ ലഹരിക്കടിമ? ഇക്കാര്യത്തിൽ അതാണോ നമ്മൾ ചർച്ചയാക്കേണ്ടത്? ഇന്നത്തെ ലഹരിയുടെ സുരക്ഷിത താവളങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലെ ക്യാമ്പസുകളും സ്കൂളുകളും അങ്ങനെ സകലതുമാണ്. കൊച്ചുകുട്ടികൾ വരെ ഇന്ന് ഇതിന്റെയൊക്കെ ഏജന്റുമാണ്. ഓരോ ന്യൂസ് കാണാറില്ലേ? പിന്നെ ശരിയാണ്, വല്ല പാർട്ടിയുടെയും ഒക്കെ ലേബൽ കൂടി ഉണ്ടെങ്കിൽ ഒന്നും നോക്കാനില്ല, സംരക്ഷണവുമായി. അതിപ്പോ SFI ആയാലും KSU ആയാലും ABVP ആയാലും ശരി. കളമശ്ശേരി സംഭവിച്ചതും പ്രതിഭ MLA മകന്റെ കേസൊക്കെ പറ്റിയ ഉദാഹരണങ്ങളല്ലേ? അതുപോലെ തന്നെ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ആലോചിച്ചോളൂ. അതായത് ഭാവിയിൽ നമ്മുടെയൊക്കെ MLAയും മന്ത്രിയും ഒക്കെ ആവേണ്ടവന്മാരാണ് ഇത് ഇങ്ങനെ കഞ്ചാവ് കേസിൽ പ്രതികളായി ഒരു ഉളുപ്പും ഇല്ലാതെ ചിരിച്ചോണ്ട് നിൽക്കുന്നത്. നമ്മൾ കാണുകയല്ലേ ഇതൊക്കെ? ഒരു സമൂഹത്തിനെ നയിക്കേണ്ടവരാണ് ഇവരൊക്കെ, പുതിയ തലമുറയ്ക്ക് മാതൃകയാക്കേണ്ടവർ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മുടെ സമൂഹം പിന്നെ നശിച്ച് നാറാണക്കല്ലെടുക്കാതെ എന്താവാനാണല്ലേ? അല്ലെങ്കിലും നീട്ടിപ്പിടിച്ച വാളിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഇങ്ങനെ നെഞ്ചും വിരിച്ച് നടന്നു വരുന്നവരുടെ പിൻതലമുറക്കാർക്ക് ഇതിലും വലിയ എന്ത് മാതൃകാ ചരിത്രമാണ് ഉണ്ടാവാൻ പോവുക? കളമശ്ശേരി സംഭവിച്ചത് എടുത്താൽ തന്നെ അതിലെ പ്രിൻസിപ്പൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ? ഇതൊക്കെ കാട്ടിക്കൂട്ടുന്നവന് സംരക്ഷണം ഒരുക്കുകയാണ് പുള്ളി. കോളേജിലെ മെൻസ് ഹോസ്റ്റലിൽ നിന്നും 2 കിലോ കഞ്ചാവ് പിടിച്ച സംഭവത്തെ അയാൾ എത്ര നിസ്സാരവൽക്കരിച്ചാണ് പറയുന്നത്. ഇതൊക്കെ കേൾക്കുമ്പോഴാണ് എന്ത് വിശ്വസിച്ചാ അല്ലെങ്കിൽ ആര് വിശ്വസിച്ചാ നമ്മുടെ മക്കളെയൊക്കെ പഠിക്കാൻ വിടേണ്ടത് എന്ന് ചിന്തിക്കുന്നത്. സർക്കാരിനെ വിശ്വസിക്കാൻ കൊള്ളില്ല, ടീച്ചർമാരെ വിശ്വസിക്കാൻ കൊള്ളില്ല, നമ്മുടെ സിസ്റ്റത്തെയും വിശ്വസിക്കാൻ കൊള്ളില്ല. എന്താണല്ലേ കാലത്തിന്റെ ഒരു പോക്ക്? ഈ പറഞ്ഞ കളമശ്ശേരിയിലെ അഭിരാജിന്റെ റൂമിൽ നിന്നും കണ്ടെത്തിയതൊക്കെ തന്നെ എന്തൊക്കെയാണെന്ന് അറിയാമോ? ലഹരിക്കൊക്കെ പുറമെ മദ്യക്കുപ്പിയും കെട്ടുകണക്കിന് ഗർഭനിരോധന ഉറകളും 10-18 വയസ്സുള്ള വിദ്യാർത്ഥികളുടെ കയ്യിൽ നിന്നാണ് ഇതൊക്കെ പിടിച്ചത് എന്ന് ഓർക്കണം. പിന്നെ നേതാക്കന്മാരായോണ്ട് തന്നെ ഈസിയായി ഇവന്മാരൊക്കെ ഊരിപ്പോരുകയും ചെയ്യും. എന്നിട്ട് നാളെയും ചെന്ന് ഇതുപോലെ തന്നെ ലഹരി സപ്ലൈ ഒക്കെ നടത്തുകയും ചെയ്യും. എന്നാലും ഇതൊക്കെ കാണുന്ന മക്കളേക്ക് ഇങ്ങനെ കണ്ണും പൂട്ടി വിശ്വസിച്ച് കോളേജിലേക്കും സ്കൂളിലേക്കും ഒക്കെ പഠിക്കാൻ അയക്കുന്ന മാതാപിതാക്കളുടെ മാനസികാവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. സത്യം പറയാലോ, സഹിക്കുന്നില്ല. എനിക്കും ഈ പ്രായത്തിലൊക്കെയുള്ള ഒരു അനിയനുണ്ട്. ഇത് കാണുന്ന നിങ്ങളുടെ വീട്ടിലും ഉണ്ടാവും ഈ പ്രായത്തിലുള്ള മക്കളും അതുപോലെ തന്നെ സഹോദരങ്ങളും ഒക്കെ തന്നെ. അപ്പൊ ഞാൻ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം. പിന്നെ ഈ ഒരു വിഷയത്തിൽ പറയേണ്ടത് കളമശ്ശേരി പോലീസിന്റെ ആ ഒരു ധൈര്യത്തെ കുറിച്ചാണ്. അവർ നല്ല ഒന്നാന്തരം കയ്യടി അർഹിക്കുന്നവരാണ്. അല്ലെങ്കിലും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. ഇങ്ങനെയൊരു ഇൻഫർമേഷൻ ഒക്കെ കിട്ടിയ ഉടനെ തന്നെ അവർക്ക് വേണമെങ്കിൽ ആ പ്രിൻസിപ്പളിന്റെ കാര്യമൊക്കെ വിളിച്ചു തിരക്കി ആ വിഷയം അവിടെ തന്നെ വിടാമായിരുന്നു. പക്ഷെ അവർ നേരെ കോളേജിലേക്ക് എത്തി റെയ്ഡ് നടത്തി. തൊട്ടു പിന്നാലെ ശരവേഗത്തിൽ നടപടിയും സ്വീകരിച്ചു. സംസ്ഥാനത്തെ പോലീസുകാരുടെ അവസ്ഥ എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് SFI നേതാക്കന്മാർക്കെതിരെ ഇങ്ങനെ ഒരു നടപടി സ്വീകരിക്കുമ്പോൾ അവർക്കതിന്റെ വരും വരായ്മകളൊക്കെ തന്നെ അറിയാഞ്ഞിട്ടല്ലോ. എന്നിട്ടും അവർ ഈ തീരുമാനമെടുത്തില്ലേ? അപ്പോ സമ്മതിച്ചേ തീരൂ. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ പോലീസിനെ മര്യാദയ്ക്ക് പണിയെടുക്കാൻ നമ്മുടെ സർക്കാർ സമ്മതിച്ചാൽ തന്നെ ഏറെക്കുറെ ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ പരിഹാരമാകും. അല്ലെങ്കിലും ചുമ്മാ ഹെൽമറ്റും സീറ്റ് ബെൽറ്റും പരിശോധിക്കാൻ മാത്രമല്ലല്ലോ ഇവിടെ പോലീസ് ഫോഴ്സ് ഉള്ളത്. എന്തായാലും ഒന്ന് പറഞ്ഞേ പറ്റൂ. ഇന്ന് SFI എന്ന പേര് കേട്ടാൽ തന്നെ ഉണ്ടല്ലോ, സത്യം പറഞ്ഞാൽ എനിക്ക് വെറുപ്പും പുച്ഛവും പേടിയും ഒക്കെയാണ്. അസല് തല്ലുകൊള്ളിത്തരം അതീവ സുരക്ഷയോടെ കാണിക്കാൻ പറ്റുന്ന ഒരു സംഘടനയാണിത്. തല്ലുകൊള്ളിത്തരം എന്തുകൊണ്ട് അടിപിടി കേസുകൾ മാത്രമല്ല കേട്ടോ, ലഹരി കച്ചവടം അതിന്റെ ഉപയോഗവും വെട്ടും കുത്തും തല്ലിക്കൊല്ലലും ഒക്കെയാണ്. ശരിയാണ്, വിദ്യാർത്ഥി സംഘടന എന്ന പേരിൽ ഇന്ന് നടക്കുന്നത് വലിയ വലിയ കളികളൊക്കെയാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കുട്ടികളെ നിങ്ങൾക്ക് വേണ്ടിയാണ്. അതായത് കോളേജിൽ രാഷ്ട്രീയമൊക്കെ കളിച്ച് ഇങ്ങനെ കണ്ണിൽ കണ്ട ലഹരിയൊക്കെ വലിച്ചു കയറ്റുമ്പോൾ നിങ്ങൾക്കൊക്കെ അപ്പൊ വലിയൊരു സംഭവമൊക്കെയായിട്ട് തോന്നും. പിന്നെ എന്ത് വന്നാലും എന്നെ പാർട്ടി രക്ഷിക്കുമെന്ന ഒരു മിഥ്യാധാരണയും നിങ്ങൾക്ക് ഉണ്ടാവും. ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾ ഈ ചോരത്തിളപ്പുള്ള പ്രായത്തിൽ പലതും കാട്ടിക്കൂട്ടുകയും ചെയ്യും. വേണ്ടി വന്നാൽ പാർട്ടിക്ക് വേണ്ടി തല്ലാനും കൊല്ലാനും ചാവാനും വരെ പോകും. പക്ഷേ അന്ന് നിങ്ങളുടെ കൂടെ നിന്ന വലിയ നേതാക്കന്മാരും അത്യാവശ്യം സമ്പത്തൊക്കെയുള്ള വീട്ടിലെ പിള്ളേരും ഗതി പിടിക്കുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെയൊക്കെ അർത്ഥം മനസ്സിലാകും. പക്ഷേ അപ്പോഴേക്കും ഒരുപാട് വൈകിപ്പോയി കാണും. പിന്നെ ഒന്നും തിരിച്ചു പിടിക്കാൻ പറ്റിയെന്നും വരില്ല. അതോടൊപ്പം എനിക്ക് രക്ഷിതാക്കളോടും കൂടി ചിലത് പറയാനുണ്ട്. അതായത് നിങ്ങളുടെ മക്കളെ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കാണേണ്ടതായി എങ്ങാനും വന്നാൽ ഒരിക്കലും അപ്പോൾ അവരെ പോയി സംരക്ഷിക്കാനോ അങ്ങനെ അവർ ചെയ്യില്ലെന്ന് പറഞ്ഞ് അതിനെ ഗ്ലോറിഫൈ ചെയ്യാനൊന്നും നിൽക്കരുത്. പകരം ന്യായത്തിന്റെ ഒപ്പം നിൽക്കുക, അവനെ തിരുത്താൻ ശ്രമിക്കുക.
ഇപ്പോൾ അഫാന്റെ കേസിൽ തന്നെ കണ്ടില്ലേ, ആ ഉമ്മ അത്രയ്ക്ക് ക്രൂരത അവൻ ചെയ്തു കൂട്ടിയിട്ടും അവനെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കും ഇങ്ങനെ പല സിറ്റുവേഷനും നേരിടേണ്ടി വരും. ഈ കഴിഞ്ഞ മാസം തന്നെ വിഷ്ണുപുരത്തുള്ള ചന്ദ്രശേഖരൻ എന്നൊരു പൊതുപ്രവർത്തകൻ അദ്ദേഹത്തിന്റെ മകനെ MDMA കേസിന് പോലീസ് പിടിച്ചപ്പോൾ പരസ്യമായി അദ്ദേഹത്തിന്റെ സോഷ്യൽ മീഡിയ പേജിൽ അവന്റെ തെറ്റുകുറ്റങ്ങളൊക്കെ ഏറ്റുപറഞ്ഞ് അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു കുറിപ്പ് പോസ്റ്റ് ചെയ്തു. ആ പോസ്റ്റിന്റെ ഒരു ഭാഗത്തിലും അവനെ അദ്ദേഹം ന്യായീകരിക്കാനോ സംരക്ഷിക്കാനോ ഒന്നും നിന്നിട്ടില്ല. പകരം അദ്ദേഹത്തിന്റെ പൊതുപ്രവർത്തകൻ എന്ന മേഖലയോട് പൂർണ്ണമായും നീതി പുലർത്തിക്കൊണ്ട്, അതുപോലെ തന്നെ ഒരു രക്ഷിതാവ് എന്ന നിലയ്ക്ക് മാതൃകാപരമായി അദ്ദേഹം ആ രംഗം കൈകാര്യം ചെയ്തു. അദ്ദേഹത്തിന് അങ്ങനെ ഒരു കുറിപ്പിടേണ്ട കാര്യം പോലും ഇല്ല. ഭൂരിഭാഗം രക്ഷിതാക്കൾ എന്താണ് ചെയ്യുക, അതൊക്കെ മൂടിവെക്കാനല്ലേ നോക്കുക. അയാൾ അങ്ങനെ ചെയ്തത് കൊണ്ട് തന്നെ ഒരുപാട് രക്ഷിതാക്കൾക്ക് അതൊരു പാഠമായി, അതുപോലെ തന്നെ മാതൃകയുമായി. അതായത് തെറ്റുകളൊക്കെ തിരുത്തേണ്ട സമയത്ത് തന്നെ തിരുത്തിയിട്ടില്ലെങ്കിൽ പിന്നെ അത് തിരുത്താൻ പറ്റി എന്ന് വരില്ല. ഒരുപക്ഷെ നാളെ ചിലപ്പോൾ അവർ നിങ്ങൾക്ക് നേരെ, അതായത് നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് നേരെ ചുറ്റികയും നഞ്ചക്കും വടിവാളും ഒക്കെയായി വന്നേക്കാം. ഇന്നത്തെ കാലമാണ്, അതുകൊണ്ട് ഓർമ്മിപ്പിച്ചതാണ്. എന്തായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ യാതൊരു മടിയും കൂടാതെ തന്നെ അറിയിക്കും. പ്രതിഷേധങ്ങളൊന്നും വെച്ച് വൈകിക്കാൻ പാടില്ല എന്നല്ലേ. അതോടൊപ്പം ഈ വീഡിയോ നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കൊക്കെ അന്ന് അയച്ചു കൊടുക്കാൻ മറക്കല്ലേ. കാരണം ഒരുപക്ഷെ ഇത് ആർക്കെങ്കിലും തിരിച്ചറിവ് കൊടുത്താലോ. എന്തായാലും പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തുവരെ നന്ദി.